ക്ഷണിക്കുക. ഗുഡ് മോർണിംഗ്. വേദിയിലും സദസ്സരുമുള്ള ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നമ്മളിന്ന് ഒത്തുകൂടിയിട്ടുള്ളത് ജനം ടി വിയുടെ ഒരുമിക്കാം നമ്മുടെ മക്കൾക്കായി എന്നുള്ള പ്രോഗ്രാമിൻ്റെ സീസൺ 3യുടെ ഭാഗമായിട്ടാണ്. ആദ്യമായി തന്നെ ഞാൻ ജനം ടി വിയെ അഭിനന്ദിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മയക്കുമരുന്നാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനം ടി വി ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്നുള്ള നിലയ്ക്ക് എടുത്ത് എല്ലാ സ്കൂളുകളിലും പറ്റാവുന്നത്ര സ്കൂളുകളിൽ പോയി ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും ഇതിൻ്റെ പ്രശ്നങ്ങളെയും ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഈ ആശയം വിദ്യാർത്ഥികളുടെ ഇടയിൽ എത്തിക്കാനുള്ള ശ്രമത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഈ മയക്കുമരുന്ന് ഈ നാട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന്. വളരെ ലഘുവായും വളരെ രസകരമായിട്ടും നമ്മുടെ പ്രിയ കുട്ടികളിവിടെ ഈ പരിപാടിക്ക് മുമ്പ് ഒരു ഷോർട്ട് പ്ലേ നടത്തി നമ്മളെ അതെല്ലാവരെയും മനസ്സിലാക്കാൻ, എനിക്ക് തോന്നുന്നു ഇനി അതിനെക്കുറിച്ച് ആരും ഒന്നും പറയേണ്ട ആവശ്യമില്ല. അത്ര നന്നായിട്ടാണ് അവരിവിടെ അവതരിപ്പിച്ചത്. ആ കൊച്ചു സുഹൃത്തുക്കളെയും ഞാൻ ഈ വേദിയിൽ വെച്ച് അഭിനന്ദിക്കുകയാണ്. ഈ മയക്കുമരുന്ന് ഈ നാടിലുണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ, ഇതിൽ അടിമയായാൽ ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള സംഗതിയാണ്. അതാണ് ഈ തീമിൻ്റെ തന്നെ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുള്ളത്, സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു ലൈഫ്. ആരെങ്കിലും നിങ്ങളോട് വന്ന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ എൻറ്റൈസ് ചെയ്യാൻ നിങ്ങളോട് അടുത്ത് വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് നിങ്ങൾ പറയേണ്ടത് മറ്റൊന്നുമല്ല, സേ നോ. അതുകൂടാതെ നിങ്ങളുടെ ടീച്ചേഴ്സിനെയും നിങ്ങളുടെ പേരൻസിനെയും ഇത്തരം പ്രവണതകൾ എവിടെയുണ്ട് എന്നുള്ളത് നിങ്ങൾ അവരെ അറിയിച്ച് ഈ കാര്യത്തെ നമ്മൾ ഇലയിൽ നിന്ന് നുള്ളിക്കളയേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ച മാതിരി നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി മുൻകൈ എടുത്തുകൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ ലഹരി വിമുക്ത കേരളമാക്കാനായിട്ടുള്ള ഈ പരിപാടിക്ക് മുൻകൈയെടുത്ത് കേരളം ഒട്ടാകെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഓപ്പറേഷൻ തണ്ടറും വളരെ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 1, 2, 3 മാസം കൊണ്ട് തീരാവുന്ന ഒരു പ്രശ്നമോ കാര്യവുമോ അല്ല. ഇതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. എന്തുകൊണ്ടെന്നാൽ 3 മാസം കൊണ്ട് നമ്മൾ ഇവരെ അടിച്ചമർത്തിയാലും 4, 5 മാസങ്ങൾ കഴിഞ്ഞാൽ ഇവർ വീണ്ടും തലപൊക്കും. അപ്പോൾ നമുക്ക് എന്നും വിജിലൻ്റായിട്ട് നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് എന്നും നമ്മുടെ മനസ്സിൽ ഇതിനെക്കുറിച്ചുള്ള ധാരണകളുണ്ടായി ഇതിനെ നേരിട്ടുകൊണ്ട് ഇതൊരിക്കലും ഈ സമൂഹത്തിൽ തലപൊക്കരുത് എന്നുള്ള നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും നടത്തി വരേണ്ടതാണ്. നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടത്, ടുഡേസ് സ്റ്റുഡൻസ് ആർ ടുമോറോസ് സിറ്റിസൻസ്. നിങ്ങളാണ് അടുത്ത ഈ ഇന്ത്യയെ നയിക്കേണ്ട ആൾക്കാർ. ഈ ഭാരതത്തെ നയിക്കേണ്ടത് ഈ നിങ്ങളെപ്പോലുള്ള കൊച്ചു കുട്ടികളാണ്. ഇതെന്നും മനസ്സിലോർത്തുകൊണ്ട് നല്ലൊരു രാഷ്ട്രം ഉണ്ടാവാനായിട്ട് നമുക്കെല്ലാവർക്കും ഒത്തുകൂടി പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.